ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഊട്ടി പോയ ട്രിപ്പിൻ്റെ പാർട്ട് 1 വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പാർട്ട് 1 വീഡിയോ കാണുക. അപ്പം നമ്മളിതാ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. വീഡിയോസ് ഒന്നായിട്ട് ഒരുമിച്ചിടാത്ത ടൈം കൂട്ടിയിട്ട് ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വരും കേട്ടോ. അപ്പം നമ്മളിതാ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറീൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പിന്നെ ക്രിസ്മസ് കൂട്ടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ, ഭയങ്കര റഷായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും റോഡിലാവട്ടെ നമ്മളെവിടെയും കാണാൻ തന്നെ സ്ഥലങ്ങളാവട്ടെ ഫുള്ള് റഷായിരുന്നു. ഞങ്ങളിതാ അതിനുള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോളിൽ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒന്നിവിടെ ഫുള്ള് റഷാണെന്ന്, വണ്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഷെസൂന് അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓന് നല്ല ഉറക്കിയിരുന്നു, 1-2 വട്ടമൊക്കെ ഛർദ്ദിച്ചൊക്കെ ചെയ്ത്. ഓന് വണ്ടി കയറിയുള്ളതാണ് ഛർദ്ദിക്കലൊക്കെ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. പെട്ടെന്നൊരു പ്ലാനിങ്ങും പെട്ടെന്നൊരു പോക്കൊക്കെ ആയിരുന്നു. കണ്ടല്ലോ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ, അതാണ് ഇവിടെ ഭയങ്കര റഷ് എന്ന് പറയുന്നത്. വണ്ടി കയറാനും പാർക്കിങ്ങും ഒക്കെ ഫുള്ളാണ്. അത്രയും റഷ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പാർട്ടി നേരെ ആരുമില്ല. ആരെങ്കിലും കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്ന രീതിയിൽ പോകുന്നുണ്ട്.
അപ്പോൾ ഇതേ ടീ പൗഡേഴ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാക്കോടങ്ങനെ വേണ്ടത് അതൊക്കെ കണ്ടിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചായ ഇങ്ങനെ തരുന്നുണ്ട്. നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. മോളൂന് വാങ്ങി കൊടുക്കും. അപ്പോൾ നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ടീ പൗഡേഴ്സൊക്കെ ഇവിടുന്ന് വാങ്ങട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സാമ്പിളിനുള്ളൊരു ചായ തന്നതാണ്. പല ഫ്ലേവറിലുള്ള ടീ പൗഡേഴ്സും ഉണ്ട് കേട്ടോ. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, പിന്നെ സ്ട്രോങ് ടീ, ചോക്ലേറ്റ് ടീ, കാരമൽ ടീ, മസാല ടീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ചോക്ലേറ്റ് ഫാക്ടറിക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, രണ്ടും കൂടെ ഉള്ള ഫാക്ടറിക്കാണ് കേട്ടോ പോയിന്ന്. ഇതിനുള്ളിൽ കയറുമ്പോഴും നമുക്ക് ടേസ്റ്റ് ഒക്കെ 2 ചോക്ലേറ്റ് ഒക്കെ തന്നിരുന്നു. ഒരു ടീ ഫാക്ടറിയിൽ പോയപ്പോൾ എൻട്രി ഫീസ് 20 കൊടുത്തില്ലായിരുന്നോ? ആ ഒരു ഫീ തന്നെ മതിയിട്ട് എവിടെയും. ആ 20 രൂപയ്ക്കാണ് നമുക്ക് നല്ല അടിപൊളി ചായ 2 ചോക്ലേറ്റും കിട്ടുന്നത്. ഇവിടെ പല ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഫാക്ടറിയിൽ നിന്നും നേരെ ഇങ്ങോട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്ത് കുറേ കച്ചവടക്കാരും പിന്നെ കുതിര സവാരി നടത്തുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടൈം 2:30 ഒക്കെ ആയിട്ടുണ്ട്.
ട്രിപ്പിനൊക്കെ പോയി തിരിച്ച് കാറ് പോവാണ്. മോൻ എന്നെ ഛർദിച്ചാകെ ട്രിപ്പാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തു. ഇനി പോവാണ്. ചേഞ്ചാക്കി തിരിച്ച് വണ്ടിക്ക് തന്നെ പോവാണ്. ഞാനും മാറ്റി. അങ്ങനെ ബിരിയാണി ഇതാ പൊട്ടിക്കുന്നു. ഞങ്ങളെ വണ്ടി നല്ല സെറ്റപ്പാണ്. ഇല്ല ബിരിയാണി മാത്രം ഫോക്കസ്. നമ്മുടെ ബിരിയാണി പൊട്ടിച്ചു. പാലിച്ച് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കൊടുന്നിട്ടേനല്ല, കൊണ്ടുവന്നിക്കണേ തിരിച്ചു കൊണ്ടുപോകും. പാത്രം കേക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പാത്രമൊക്കെ കൊടുത്ത് എനിക്ക് എൻ്റെ പ്ലേറ്റ് ഉണ്ട്, എനിക്ക് എൻ്റെ പ്ലേറ്റ് ഉണ്ട് കയ്യിലെടുത്തില്ല. അതായത് പച്ച പ്ലേറ്റ് ഇപ്പം അടിയിലേക്ക് വരെ തന്നു. നാലും പോരെ നമുക്ക് കൂട്ടിയിട്ട് ചോറ് ഇങ്ങനെ ഫുഡ് ഇടുമ്പലൊക്കെ കഴിഞ്ഞതാ നമ്മൾ കഴിക്കുകയാണ്. മോനുള്ളതുകൊണ്ട് ഫുള്ള് വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കഴിഞ്ഞ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ിട്ടാപ്പ് വായിക്കണില്ല കേട്ടാ. അവിടെ കിട്ടാപ്പ് ആ അടി കൊടുത്താ ആ അടി കൊടുക്കേ. ഗുഡ് ബോയ്. ഇവിടെ ഇനി വെളുപ്പിലാണ്. കഴിക്കലൊക്കെ കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം ഉണ്ടാവും നോക്കട്ടെ. കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഭയങ്കര ബ്ലോക്കാണ്. ഇനി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവാണ്. ഇവിടുന്ന് കുറച്ച് നടക്കണം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന കേട്ടോ. ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ. ഇതൊക്കെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഉള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ നിൽക്കുകയാണ്. വൈ കെട്ടണ്ട, കൂട്ടം തെറ്റണ്ട. വാ വാ വാ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറുന്നതും അതിലുള്ള വിശേഷങ്ങളൊക്കെ പാർട്ട് 3 ആയിട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ വീഡിയോസും കൂടെ കണ്ടിന്യൂസ് ആക്കി ഇട്ടിട്ട് നിങ്ങളെ ലാഗ് അടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ പാർട്ടാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് പാർട്ട് 3 ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.